ഗ്ലോബലായിട്ട് ഹമാസിന് ഏത് രാജ്യമാണ് ടെറർ രാജ്യമല്ല എന്ന് പ്രഖ്യാപിച്ചേക്കുന്നത്? ഇറാൻ കാണും, അല്ലെങ്കിൽ ടർക്കി, ഉറുദുഗാൻ്റെ ടർക്കി കാണും, പിന്നെ ഒന്നോ രണ്ടോ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ബാക്കി എല്ലാ രാജ്യങ്ങളും യുണൈറ്റഡ് നേഷൻ ഉൾപ്പെടെ ഹമാസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അവരുടെ നേതാക്കൾ, അവർ കൊല്ലപ്പെട്ടു, അവരുടെ നേതാക്കളെ വെച്ചിട്ടുള്ള പ്രൊസഷൻ, എന്നിട്ട് അത് നടത്തിയ ഭാരവാഹികൾ പറയുന്ന സംഭവമാണ് അതിലും വലിയ തമാശ. അത് കൊച്ചു കുട്ടികൾ കാണിച്ചതാണ് ആനയുടെ പുറത്ത്. അതായത് ഈ പറയുന്ന ഓർഗനൈസേഷനുമായിട്ട് യാതൊരു ബന്ധമില്ല, കൊച്ചുകുട്ടികൾ കാണിച്ച്. ഇതാണ് ഇവന്മാരെപ്പോഴും പറയുന്ന സംഭവം. കാരണം ഒരു പയ്യൻ മറ്റേ അവലും കുന്തിരിക്കവും സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊച്ചുകുട്ടി പറഞ്ഞതാണ്. ഈ കൊച്ചുകുട്ടിയെ പഠിപ്പിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ ആനപ്പുറത്ത് ഈ സാധനം എവിടെയാണ് പ്രിൻ്റ് ചെയ്തത്? ഇതാരാണോ ഇതിൻ്റെ ഉത്തരവാദി? ഇതിനെപ്പറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ് പോലും ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് ഗ്ലോബൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി. അതായത് മലയാളികൾക്ക് ലോകത്തെവിടെ പോയാലും നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ പിണറായി വിജയനും കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഈ പറയുന്ന ഭീകര സംഘടനയ്ക്ക് പ്രചോദനം ഉണ്ടാക്കുന്ന, ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാക്കി മാറ്റി.